ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ജയറാം കുരുങ്ങുമോ ഇല്ലയോ എന്നാണ് എല്ലാവരും നോക്കുന്നത്. കുരുങ്ങാനുള്ള സാധ്യതയാണ് കാണുന്നത്. കാരണം ജയറാം ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായിട്ട് നല്ല അടുപ്പമാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമലയിലെ ദ്വാരപാലക ശില്പത്തിൻ്റെ പാളികൾ ഇവിടുന്ന് കടത്തിക്കൊണ്ട് പോയപ്പം ജയറാമിൻ്റെ വീട്ടിൽ കൊണ്ടുപോയി ഒരു പൂജ നടത്തി. ജയറാം ശബരിമല ഭക്തനാണ്. അതുപോലെ തന്നെ പല ക്ഷേത്രങ്ങളിലും ജയറാമിൻ്റെ ചെണ്ടകൊട്ടൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ജയറാമിൻ്റെ വീട്ടിൽ പ്രത്യേകിച്ച് ശബരിമലയിലെ ദ്വാരപാലക ശില്പത്തിൻ്റെ പാളി കൊണ്ടുവരുന്നു എന്ന് പറഞ്ഞപ്പം ജയറാം ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ തീർച്ചയായിട്ടും കൊണ്ടുവരണം, അതിൻ്റെ ടൈമൊക്കെ ഫിക്സ് ചെയ്യണം, ഡേറ്റും സമയമെല്ലാം ഫിക്സ് ചെയ്തു. അതനുസരിച്ച് ജയറാം ചില നീക്കങ്ങൾ വീടുകളെല്ലാം അലങ്കരിച്ചു. കാരണം ശബരിമല അയ്യപ്പൻ്റെ ദ്വാരപാലക ശില്പത്തിലെ പാളിയാണ് വരുന്നത്. വീടുകളിൽ അലങ്കരിച്ച് പ്രത്യേക പൂജയ്ക്കുള്ള ചുറ്റുവട്ടങ്ങളൊക്കെ ഒരുക്കി. ജയറാമിൻ്റെ രണ്ട് സുഹൃത്തുക്കളും അത് ശബരിമല ഭക്തരും ആയ തമിഴ് നടൻ ഗംഗൈ അമരനെ വിളിച്ചു. അത് നമുക്കറിയാം, വീരമണിയും വന്നു. ഇവരൊക്കെ ജയറാമിൻ്റെ അടുത്ത ആൾക്കാരാണ്. പങ്കജ് ഭണ്ഡാരിയും അവിടെ വന്നു എന്നാണ് മനസ്സിലാകുന്നത്. അതിലൊരു ഫോട്ടോ ഒക്കെ പുറത്തേക്ക് വന്നിട്ടുണ്ട്. ശബരിമലയിലെ പത്മകുമാറോ അല്ലെങ്കിൽ ദേവസ്വം ബോർഡിലെ അംഗങ്ങളോ അതിൽ പങ്കെടുത്തു എന്നും വരുന്നുണ്ട്. ജയറാമിൻ്റെ വീട്ടിലെ പൂജയ്ക്ക് അതൊരു വിശേഷ പൂജയാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റി ഉണ്ടായിരുന്നു. പൂജയ്ക്ക് അവിടെ ഒരു സ്വാമി ഉണ്ടായിരുന്നു. വലിയൊരു ആഘോഷവും ചടങ്ങുമായിരുന്നു അവിടെ നടത്തിയത്. ജയറാം യഥാർത്ഥത്തിൽ ശബരിമലയിൽ നിന്ന് മോഷണം നടത്തിക്കൊണ്ട് വന്നതെന്ന് അറിയത്തില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ ശബരിമലയിലെ ഈ സാധനം അത് ചെന്നൈയിൽ കൊണ്ടുപോയി പൂശാൻ കൊണ്ടുപോകുന്ന വഴിക്ക് തൻ്റെ വീട്ടിൽ കൊണ്ടുവന്ന് പൂജാമുറിയിൽ കൊണ്ടുവന്ന് വെക്കുന്നതെന്ന് പറഞ്ഞാൽ ജയറാമിനെ സംബന്ധിച്ചിടത്തോളം, അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളായ ഗംഗൈ അമരനെയും വീരമണിയെയും സംബന്ധിച്ചിടത്തോളം വലിയ ഒരു അതിശയമാണ്. അവർക്ക് ഏറ്റവും ബഹുമാനിക്കുന്ന ആ ദൈവത്തിൻ്റെ ആ ശില്പത്തിൽ പൊതിഞ്ഞ ആ പാളിയെ വെച്ച് വന്ദിക്കുന്നത്, ആരാധിക്കുന്നത് അവർക്ക് തീർച്ചയായിട്ടും അത് ഭക്തിയുടെ ഒരു നിറകുടം തന്നെയാണ്, അതിന് സംശയമൊന്നുമില്ല. അതുകൊണ്ടാണ് ജയറാം അതിന് വഴങ്ങിയതും ആ വീട്ടിൽ പൂജ നടത്തിയതും. പക്ഷേ ഇതിനകത്ത് ഇപ്പോഴത്തെ ഈ ഒരു പ്രശ്നം, ശബരിമല സ്വർണ്ണക്കൊള്ളയുടെ ഭാഗമായിട്ടാണ് ഈ ദ്വാരപാലക ശില്പത്തെ പാളികൾ അവിടെ കൊണ്ടുവന്നതെന്ന് ഇപ്പോഴായിരിക്കാം ചിലപ്പം ജയറാമിന് മനസ്സിലായത്. പക്ഷേ ജയറാം ചില കുറ്റങ്ങൾ അതിനകത്ത് ചെയ്തിട്ടുണ്ട്. ശബരിമലയിലെ ഈ ദ്വാരപാല ശില്പത്തിലെ പാളി എന്ന് പറയുന്നത് അടിച്ചു മാറ്റിയത് അല്ലെങ്കിൽ മോഷണം നടത്തിയ പാളിയാണ്. ആ മോഷണം നടത്തിയ സാധനമാണ് പൂജയ്ക്ക് കൊണ്ടുവന്നത്, പൂജ നടത്തിയതും. അതിൻ്റെ ചിത്രങ്ങളെല്ലാം ധാരാളം വെളിയിലോട്ട് പോയി. അതുതന്നെ ധാരാളം ആൾക്കാർ ആ പൂജയ്ക്ക് പങ്കെടുത്തു എന്നാണ് മനസ്സിലാകുന്നത്. സിനിമാ ലോകത്ത് മറ്റിടത്തുള്ളത്. ശബരിമലയിലെ ദേവസ്വം ബോർഡിനെ പ്രസിദ്ധീകരിച്ച് അവിടെ അറസ്റ്റിൽ ഉൾപ്പെട്ട ചിലരുണ്ടായിരുന്നു എന്നും വാർത്തയുണ്ട്. അപ്പോൾ അത് റിസീവിങ് സ്റ്റോളൻ പ്രോപ്പർട്ടി, ആ മോഷ്ടിച്ച സാധനമാണ്, അതാണ് അവിടെ പൂജയ്ക്ക് കൊണ്ട് വെച്ചത്. അപ്പോൾ അത് 411 IPC ഇന്ത്യൻ പീനൽ കോഡ് അല്ലെങ്കിൽ BNS 317 പ്രകാരം കുറ്റകരമാണ്. ഒരു റിസീവർ സ്റ്റോളൻ പ്രോപ്പർട്ടിയാണ് അവിടെ കൊണ്ടുവന്നത്. അത് തന്നെയല്ല, അത് അവിടെ തന്നെ ഇപ്പോഴും ഉണ്ടോ ഇല്ലയോ എന്ന് സംശയമുണ്ട്. നല്ല വിലയ്ക്ക് അത് ചിലപ്പം വിറ്റിട്ടുണ്ടാവും. ജയറാം എത്ര കോടി രൂപ വേണമെങ്കിലും ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് അത് സ്ഥിരമായിട്ട് കിട്ടുമെങ്കിൽ കൊടുത്തിട്ടും ഉണ്ടാകണം. ആ വിവരങ്ങളൊക്കെ ഏതായാലും SIT അന്വേഷിക്കുമെന്ന് എനിക്ക് കരുതുന്നു. ജയറാമിനെ ചോദ്യം ചെയ്യുവാൻ പോകുന്നു എന്നുള്ള വിവരങ്ങളും വരുന്നുണ്ട്. എത്ര കാലമായി ഉണ്ണികൃഷ്ണൻ പോറ്റിയായിട്ട് ബന്ധം? ശബരിമലയിലെ ഈ ഒരു സ്വർണ്ണപ്പാളി കൊണ്ടുവരുന്ന വിവരം എന്നറിയിച്ചു? അതിന് എത്ര രൂപ ചിലവ് വന്നു? ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് എത്ര രൂപ കൊടുത്തു?
ആ ദാരുശില്പത്തിൽ പൊതിഞ്ഞ സ്വർണ്ണപ്പാളികൾ ഇപ്പോഴും അവിടെ ഉണ്ടോ? ചിലപ്പം വിറ്റിരിക്കാം, അവിടെ ഉണ്ടായിരിക്കാം. അതുകൊണ്ട് ആ സാധനം അവിടെ ഉണ്ടെങ്കിൽ തിരിച്ചു കൊടുക്കേണ്ടി വരും. അതൊന്ന്. രണ്ടാമത്, അതിനെത്ര രൂപ ചിലവായെന്നും ഉണ്ണികൃഷ്ണൻ പോറ്റിക്കും മറ്റവർക്ക് എത്ര രൂപ കൊടുത്തെന്നും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ജയറാമിനെ ചോദ്യം ചെയ്ത് വെളിച്ചത്ത് കൊണ്ടുവരേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് 414 അല്ലെങ്കിൽ 411 അല്ലെങ്കിൽ 317 BNS, ഇത് രണ്ടിനും 317 BNS ആണ് പറഞ്ഞിരിക്കുന്നത്. തീർച്ചയായിട്ടും 3 വർഷത്തെ ശിക്ഷ കിട്ടുന്നതാണ്. മോഷണ സാധനങ്ങൾ സൂക്ഷിക്കുകയോ മോഷണ സാധനങ്ങൾ കൈവശം വയ്ക്കുകയോ മോഷണ സാധനം നമ്മൾ വിലയ്ക്ക് വാങ്ങിക്കുകയോ ഒക്കെ ചെയ്താൽ, എന്തായാലും മോഷ്ടിച്ചായോ ഇല്ലെങ്കിലും ശരി, ശബരിമലയിലെ അയ്യപ്പൻ്റെ ആ ശില്പത്തിൽ പൊതിഞ്ഞ സാധനമാണ് എന്ന് ജയറാമിന് ഉറപ്പുണ്ട്. അതെങ്ങനെ ശബരിമലയിലെ ഒരു ഇത്രയും പുണ്യമായ ഒരു സാധനം എങ്ങനെയാണ് ഈ ജയറാമിൻ്റെ എത്തിയത് അല്ലെങ്കിൽ എത്തുക എന്ന് അദ്ദേഹം ചിന്തിക്കേണ്ടതായിരുന്നു. അത് ചെയ്തില്ല. ഗുരുവായൂർ ഭക്തനാണ്, പല ശബരിമല ഭക്തനാണ് ജയറാം. അതുപോലെ പല അമ്പലങ്ങളിലും ജയറാം ഭക്തിപൂർവ്വം പോയി പങ്കെടുക്കുന്ന നമുക്ക് കാണാം. അവിടെയൊക്കെ ചെണ്ട കൊട്ടും ഒക്കെ ഉണ്ടെങ്കിൽ അതിലൊക്കെ ലീഡ് ചെയ്ത് നിൽക്കുന്നതൊക്കെ നമുക്ക് കാണാം. നല്ല കാര്യങ്ങളാണ്. ആത്മീയതയെ വളരെ നന്നായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നൊരു വ്യക്തി തന്നെയാണ് ജയറാം. പക്ഷേ ജയറാമിനെ ശബരിമല കൊള്ളക്കേസുമായിട്ട് ചോദ്യം ചെയ്യേണ്ടത് അനിവാര്യമാണ്. അത് തീർച്ചയായിട്ടും അടുത്ത് തന്നെ ഉണ്ടാകും. പക്ഷേ ചിലപ്പോൾ ശബരിമല കേസിനകത്ത് ജയറാം പ്രതിയാകാനുള്ള സാധ്യതയുണ്ട്. കാരണം മിക്കവാറും അവിടെ ശബരിമലയിലെ പൊതിഞ്ഞ അല്ലെങ്കിൽ ഗുരുവായൂർ അല്ലെങ്കിൽ ശബരിമലയിലെ അയ്യപ്പൻ്റെ ദാരുശില്പത്തെ പൊതിഞ്ഞ പാളി അത് അവിടുന്ന് കണ്ടെടുക്കാനുള്ള സാധ്യത ഉണ്ട് എന്നാണ് ഞാൻ കരുതുന്നത്. കാരണം അതവിടെ കൊടുത്ത് വിറ്റ് പോയിട്ടുണ്ടാവണം. കാരണം അതിന് പകരം ഡ്യൂപ്ലിക്കേറ്റ് സാധനമാണല്ലോ ഉണ്ണികൃഷ്ണൻ പോറ്റിയും പത്മകുമാറും ഒക്കെ ശബരിമല കൊണ്ട് പ്രതിഷ്ഠിച്ചത്. അപ്പോൾ ആ ഒറിജിനൽ സാധനത്തിൻ്റെ ആവശ്യമില്ല, അത് മാറും. അപ്പോൾ അത് നല്ല വിലയ്ക്ക് വിൽക്കാൻ പറ്റുമെങ്കിൽ കൊടുത്തിരിക്കും. പണം മോഹിയായ പത്മകുമാറും ഉണ്ണികൃഷ്ണൻ പോറ്റിയൊക്കെ ശബരിമല ദേവനെ വിറ്റ് കാശാക്കിയവരാണ്. അതുകൊണ്ട് ജയറാമിൻ്റെ കാര്യത്തിൽ അടിയന്തരമായിട്ട് SIT ചോദ്യം ചെയ്യും. അത് ചോദ്യം ചെയ്തിട്ട് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ അവർ തീർച്ചയായിട്ടും അന്വേഷിക്കേണ്ടി വരും. ഒരു സ്റ്റോളൻ പ്രോപ്പർട്ടി കൈവശം ഉണ്ടെങ്കിൽ അത് കസ്റ്റഡിയിൽ എടുക്കേണ്ടി വരും. ചിലപ്പോൾ ജയറാമിനെ അറസ്റ്റിലേക്ക് കൊണ്ടുവരേണ്ടി വരും എന്നാണ് ഞാൻ കരുതുന്നത്.